90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. നമസ്കാരം. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ്. നടപടി സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ സ്വപ്ന സുരേഷിന് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന മൊഴിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ED ഉദ്യോഗസ്ഥർക്കെതിരെ. നിയമപരമായി നേരിടുമെന്ന് ED. മൊഴി നൽകിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് DGPയോട് എൻഫോഴ്സ്മെന്റ്. കേസ് നിലനിൽക്കില്ലെന്ന് മുതിർന്ന കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ. സംസ്ഥാനത്ത് UDF BJP പരസ്യധാരണയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP വോട്ട് കിട്ടുമെന്ന K ബാബുവിന്റെ പ്രസ്താവന ഇതിന് തെളിവെന്നും പിണറായി വിജയൻ. ഈ ശ്രീധരന് രൂക്ഷ വിമർശനം. BJPയിലെത്തിയതോടെ എന്തും വിളിച്ചു പറയുന്നുവെന്ന് മുഖ്യമന്ത്രി. തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് RSS എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. CPIഎമ്മിന് പരാജയ ഭീതിയെന്ന് K ബാബു. ശബരിമല തെരഞ്ഞെടുപ്പിലേശില്ലെന്ന് മുഖ്യമന്ത്രി. അന്തിമ വിധിക്ക് ശേഷം വിശ്വാസികളുമായി ചർച്ച നടത്തും. ആചാര സംരക്ഷണത്തിന് നിയമനിർമ്മാണം വേണമെന്ന് ഉമ്മൻചാണ്ടി. വിധി വരാൻ കാരണം ഇടത് സർക്കാരിന്റെ സത്യവാങ്മൂലം. വിശ്വാസികളോട് സർക്കാർ മാപ്പ് പറയണമെന്ന് രമേശ് ചെന്നിത്തല. ശബരിമല മുഖ്യ പ്രചാരണ വിഷയമാക്കില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിശ്വാസികളെ പരിഗണിച്ച സർക്കാരെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. അനുനയ നീക്കവുമായി ഉമ്മൻചാണ്ടി ഇരിക്കൂറിൽ. സോണി സെബാസ്റ്റ്യൻ അടക്കമുള്ള A ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തും. K സുധാകരനും ചർച്ചയിൽ പങ്കെടുക്കും. ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി C രഘുനാഥ് കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. ചിഹ്നം അനുവദിച്ച് KPCC പ്രസിഡന്റ് കത്ത് നൽകി. കളമശ്ശേരിയിൽ മുസ്ലിം ലീഗിൽ സമവായം. VE അബ്ദുൽ ഗഫൂറിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുൻപ് ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി NDA സ്ഥാനാർത്ഥി. തൊഴിലാളി സമൂഹത്തോട് ആദരവർപ്പിക്കാനാണ് എത്തിയതെന്ന് വിശദീകരണം. ബോധപൂർവം കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമെന്ന് LDF സ്ഥാനാർത്ഥി. നിയമ നടപടിക്കൊരുങ്ങി CPI. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. നാളെ സൂക്ഷ്മ പരിശോധന. തിങ്കളാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം. LDF പ്രകടന പത്രിക 4 മണിക്ക് പുറത്തിറക്കും. UDF പത്രിക നാളെ. പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ. തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതാക്കളുടെ വീടുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് തുടരുന്നു. കമലഹാസന്റെ സ്ഥാപനങ്ങളിലും പരിശോധന. നടപടി മക്കൾ നീതിമയം ട്രഷറിയുടെ വീട്ടിൽ നിന്ന് 8 കോടി രൂപ കണ്ടെടുത്ത സാഹചര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും പശ്ചിമ ബംഗാളിലേക്ക്. സമ്പൂർണ്ണ സംഘം ചൊവ്വാഴ്ച സംസ്ഥാനത്തെത്തും. ബംഗാളിൽ BJP വെല്ലുവിളിയല്ലെന്ന് തൃണമൂൽ വക്താവ് ഇന്ദ്രാണി ഭട്ടാചാര്യ 24നോട്. ആഴക്കടൽ മത്സ്യബന്ധന കരാറിൽ കൂടുതൽ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ EMCCയുമായി ന്യൂയോർക്കിലും ചർച്ച നടത്തി. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് രമേശ് ചെന്നിത്തല. മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ മത്സരിക്കാൻ EMCC ഡയറക്ടർ ഷിജു വർഗീസ് കുണ്ടറയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മത്സരം ഗൂഢാലോചനയുടെ ഭാഗമെന്ന് J മേഴ്സിക്കുട്ടിയമ്മ. വാളയാർ കേസ് ഏറ്റെടുക്കാൻ CBIക്ക് ഹൈക്കോടതി നിർദ്ദേശം. 10 ദിവസത്തിനകം അന്വേഷണം ഏറ്റെടുക്കണമെന്ന് കോടതി. ഉത്തരവ് പെൺകുട്ടികളുടെ അമ്മ സമർപ്പിച്ച ഹർജിയിൽ. CBIയുമായി സഹകരിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം. തൃശൂർ കണ്ടശാങ്കടവിൽ ഒരു കുടുംബത്തിലെ 3 പേർ തൂങ്ങി മരിച്ച നിലയിൽ. ആത്മഹത്യാ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നെന്ന് സൂചന. മാമ്പുള്ളി സ്വദേശി ഗോപൻ, ഭാര്യ മല്ലിക, മകൻ റിജോയ് എന്നിവരാണ് മരിച്ചത്. അതിർത്തിയിൽ കോവിഡ് നിയന്ത്രണം കർശനമാക്കി കർണാടക. തലപ്പാടിയിൽ KSRTC ബസ്സുകളടക്കം തടഞ്ഞു പരിശോധിക്കുന്നു. നാളെ മുതൽ RT-PCR പരിശോധന നിർബന്ധം. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കേരള ബാറ്റ്. MLA സ്ഥാനം രാജിവെച്ച് PJ ജോസഫും മോൻസ് ജോസഫും. സ്പീക്കർക്ക് രാജിക്കത്ത് നൽകി. രാജി സുതാര്യതയുടെ ഭാഗമെന്നും ലയനം കേരള കോൺഗ്രസിന്റെ വളർച്ചയ്ക്കെന്നും PJ ജോസഫ്. PJ ജോസഫും മോൻസ് ജോസഫും നാമനിർദ്ദേശ പത്രിക നൽകി. K ബാബുവിനും BJPക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി LDF സ്ഥാനാർത്ഥി M സ്വരാജ്. ഇരുവരും വോട്ട് കച്ചവടം നടത്തി ജയിക്കാൻ ശ്രമിക്കുന്നു. തൃപ്പൂണിത്തുറ സത്യമുള്ള നാടാണെന്നും വോട്ട് കച്ചവടം വിലപ്പോകില്ലെന്നും M സ്വരാജ്. UDF വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് K ബാബു BJP വോട്ട് കിട്ടില്ലെന്ന് പറയുന്നതെന്ന് തൃപ്പൂണിത്തുറ NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വോട്ടുകളും BJP നേടും. BJP നേതാക്കളുമായി അന്തർധാര ഉണ്ടോ എന്ന് K ബാബുവിനോട് തന്നെ ചോദിക്കണമെന്നും KS രാധാകൃഷ്ണൻ.
ആർ ബാലശങ്കർ ഉന്നയിച്ച ആരോപണങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രസക്തിയില്ലാത്തവയെന്ന് മുതിർന്ന BJP നേതാവ് PM വേലായുധൻ. ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയമാണ് BJPയുടെ മുഖമുദ്രയെന്നും PM വേലായുധൻ. ആർ ബാലശങ്കർ ലജ്ജാകരമായ രാഷ്ട്രീയം പറയുന്നുവെന്ന് ബിനോയ് വിശ്വം MP. ബാലശങ്കർ പറയുന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ രാത്രിയും പകലും ഒന്നാകണം. ഇടതുപക്ഷത്തിന് ഒരിക്കലും BJPയുമായി സഖ്യമുണ്ടാക്കാൻ കഴിയില്ലെന്നും ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രചാരണ വിഷയമാക്കിയത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് ശോഭാ സുരേന്ദ്രൻ. ശബരിമല പ്രചാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായത് വിശ്വാസികൾക്ക് പറ്റിയ തെറ്റാണെന്നും ഇത്തവണ ആ തെറ്റ് തിരുത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ 24-നോട്. നേമത്തെ UDFന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചെന്ന് K മുരളീധരൻ. സംഘടനാപരമായ പ്രശ്നങ്ങളില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നവരെല്ലാം ശക്തരാണെന്നും K മുരളീധരൻ. സ്വർണ്ണക്കടത്ത് ഐഫോൺ വിഷയങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണമായിരുന്നുവെന്ന് മന്ത്രി MM മണി. മന്ത്രിയായിരിക്കെ തനിക്ക് പലതവണ വിദേശയാത്രാ ഓഫറുകൾ വന്നെങ്കിലും എല്ലാം നിരസിച്ചു. VS അച്യുതാനന്ദനുമായുള്ള പ്രശ്നങ്ങൾ അടഞ്ഞ അധ്യായമാണെന്നും സഹോദരന്റെ പേരിലുണ്ടായ ആരോപണങ്ങളെല്ലാം അപ്രസക്തമെന്നും MM മണി 24-നോട്. ദേശീയ വാർത്തകൾ. രാജ്യത്തെ കോവിഡ് കേസുകൾ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയത് 39,726 കോവിഡ് കേസുകളും 154 മരണവും. മഹാരാഷ്ട്രയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം ഏപ്രിൽ ആദ്യവാരത്തോടെ 3 ലക്ഷത്തിലേക്ക് എത്തുമെന്ന് സർക്കാർ. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇന്ന് ഇന്ത്യയിൽ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ലോയിഡ് ഓസ്റ്റിൻ ഇന്ത്യയിലെത്തുന്നത് 3 ദിവസത്തെ സന്ദർശനത്തിനായി. പഴയ വാഹനങ്ങൾ ഫിറ്റ്നസ് നേടിയില്ലെങ്കിൽ രജിസ്ട്രേഷൻ സ്വമേധയാ നഷ്ടമാകുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം. കാലപരിധി കഴിഞ്ഞ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ പുതുക്കാം. പഴയ വാഹനങ്ങൾ പൊളിക്കാൻ തയ്യാറാകുന്നവർക്ക് പ്രത്യേക പ്രോത്സാഹന പദ്ധതി നടപ്പിലാക്കുമെന്ന് നിതിൻ ഗഡ്കരി. ഡൽഹിയിൽ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് 1.25 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ 4 പേർ അറസ്റ്റിൽ. 50 പേരിൽ നിന്ന് 1.25 കോടി രൂപ തട്ടിയെടുത്തതായി പോലീസ്. ഏപ്രിൽ 5 വരെ ഡോക്ടേഴ്സിന്റെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും അവധികൾ റദ്ദാക്കി ബീഹാർ സർക്കാർ. നടപടി കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ 24 മണിക്കൂറിടെ ബീഹാർ റിപ്പോർട്ട് ചെയ്തത് 154 മരണം. ഹരിയാന സർക്കാർ 2025ഓടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ. ചട്ടപ്രകാരം 1 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന 2 സ്കൂളിൽ ഒന്നടച്ചുപൂട്ടാൻ തീരുമാനം. കരീബിയൻ രാജ്യങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ ലഭ്യമാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും നന്ദി പറഞ്ഞ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരം ക്രിസ് ഗെയിൽ. വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായാണ് ഇന്ത്യ വാക്സിൻ എത്തിച്ചത്. Thanks again. Love and appreciate it. Thank you so much. Honorable Prime Minister Mr. Modi, people of India, the government of India, I want to thank you all for your donation of vaccine to Jamaica. We appreciate it. Thank you so much. India, I will receive this. ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് ഡൽഹിയിൽ ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം. ഡൽഹി NDMC മെഡിക്കൽ കോളേജിലെയും ഹിന്ദുറാവു ആശുപത്രിയെയും കൂടുതൽ റെസിഡന്റ് ഡോക്ടേഴ്സ് അവധിയിലേക്ക്. മാർച്ച് 22 മുതൽ അനിശ്ചിതകാല സമരം. കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി ലുധിയാന. രാത്രി 9 മുതൽ 5 മണി വരെയാണ് കർഫ്യൂ. കോവിഡ് പോസിറ്റിവിറ്റിയിൽ 6% വർധന. 4 വർഷം പൂർത്തിയാക്കിയ യോഗി സർക്കാർ വികസന ലഘുലേഖ പുറത്തിറക്കി. എല്ലാ തടവുകാർക്കും വാക്സിൻ നൽകും. ഇൻഷുറൻസ് നിയമത്തിനെതിരെ പ്രതിപക്ഷം. മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ പ്രതിഷേധം. പുതിയ ഇൻഷുറൻസ് ബിൽ വഴി ലാഭം മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ബിനോയ് വിശ്വം MP. കേന്ദ്ര നിയമങ്ങളിൽ നിലപാടറിയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ലേ എന്ന് സുപ്രീം കോടതി. കോടതി പരാമർശം പൗരത്വ നിയമ ഭേദഗതി, കാർഷിക നിയമങ്ങൾ എന്നിവയ്ക്കെതിരെ സംസ്ഥാനങ്ങൾ പ്രമേയം പാസാക്കിയതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ കേരളത്തിന്റെ പ്രമേയം നിയമസഭാംഗങ്ങളുടെ അഭിപ്രായമാണ്. നിയമം പിൻവലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും കോടതി. അസമിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം.
ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി പ്രതിരോധ മന്ത്രാലയം 1188 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചു. 4960 മിലാൻ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലുകൾ സൈന്യത്തിന് നൽകാനാണ് കരാർ. ഫ്രാൻസിൽ നിന്നുള്ള സ്ഥാപനത്തിന്റെ ലൈസൻസിലാണ് മിലാൻ 2T മിസൈലുകൾ നിർമ്മിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ നടപടി നിയമവിരുദ്ധമാണെന്ന് എയർ ഇന്ത്യ ഇന്ത്യൻ കൊമേഴ്സ്യൽ പൈലറ്റ്സ് അസോസിയേഷൻ എയർ ഇന്ത്യ ചെയർമാൻ കത്തയച്ചു. നയം തീർത്തും നിയമവിരുദ്ധമാണെന്നും യാതൊരു അടിസ്ഥാനമില്ലാത്തതാണെന്നും കത്തിൽ. ബീഹാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ 70-കാരൻ അറസ്റ്റിൽ. അതിക്രമം ഹാജിപൂർ ജില്ലയിൽ. കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ. ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് കൂടുതൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്ന് നോർത്തേൺ റെയിൽവേ. 18 ജോഡി അധിക സർവീസുകൾ അനുവദിച്ചു. കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്തുക ഈ മാസം 21-നും 31-നും ഇടയിൽ. ഉത്തർപ്രദേശിൽ 18 വയസ്സുകാരനെ ക്ഷേത്രത്തിൽ വെച്ച് മർദ്ദിച്ചെന്ന് പരാതി. സമുദായത്തെക്കുറിച്ചുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ 2 പേർ പിടിയിൽ. പഞ്ചാബിൽ മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് കോളേജുകളും ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാർച്ച് 31 വരെ അടച്ചിടും. നടപടി കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ. ചൈനയിലേക്ക് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 21 ലക്ഷം മയിൽപീലികൾ പിടിച്ചെടുത്ത് കസ്റ്റംസ്. തുഗ്ലക്ബാദിൽ നിന്ന് പിടിച്ചെടുത്തത് 5.5 കോടി രൂപയുടെ 2600 കിലോ മയിൽപീലികൾ. അന്വേഷണം തുടങ്ങി. നേപ്പാൾ ഇന്ത്യ അതിർത്തി ഗതാഗതം പുനരാരംഭിക്കും. തീരുമാനം നേപ്പാളിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കുറഞ്ഞ സാഹചര്യത്തിൽ. അതിർത്തിയിലെ 12 വഴികളിലൂടെയുള്ള ഗതാഗതമാണ് പുനഃസ്ഥാപിക്കുന്നത്. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ. അസ്ട്രാസെനേക കോവിഡ് വാക്സിൻ വിതരണം പുനരാരംഭിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ. തീരുമാനം വാക്സിൻ സുരക്ഷിതമാണെന്ന യൂറോപ്യൻ മെഡിക്കൽ റെഗുലേറ്ററുടെ റിപ്പോർട്ടിനെ തുടർന്ന് വാക്സിനേഷൻ നടത്തിയവരിൽ രക്തം കട്ടപിടിച്ചത് വാക്സിന്റെ പാർശ്വഫലമല്ലെന്നും വിലയിരുത്തൽ. മ്യാൻമറിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത് പരിഗണനയിലാണെന്ന് മ്യാൻമറിലെ UN പ്രതിനിധി. പട്ടാളം നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റി പഠിക്കാൻ പുതിയ കമ്മിറ്റി രൂപീകരിച്ചു. ചൈനയിലെ ഫാമുകളാകാം കോവിഡ് പ്രഭവ കേന്ദ്രമെന്ന് ലോകാരോഗ്യ സംഘടനാ പ്രതിനിധി. വന്യജീവി ഫാമുകളിൽ വളർത്തുന്ന ബാംബു റാറ്റ്സ്, മരപ്പട്ടി, മുള്ളൻ പന്നി ഇവയിൽ നിന്നാകാം രോഗത്തിന്റെ ഉദ്ഭവം. പുതിയ വാദവുമായി എത്തിയത് ചൈനയിൽ പഠനം നടത്തിയ WHO സംഘത്തിലെ പീറ്റർ ഡസാക്. പാരീസിൽ ഇന്നു മുതൽ 4 ആഴ്ചത്തേക്ക് ലോക്ഡൌൺ. നടപടി രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലെന്ന് ഫ്രാൻസ് പ്രധാനമന്ത്രി ജീൻ കാസ്റ്റക്സ്. പാരീസ് ഉൾപ്പെടെ 16 പ്രദേശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. അവശ്യ സേവനങ്ങൾക്ക് മാത്രം അനുമതി. ബ്രിട്ടനിൽ കോവിഡ് വാക്സിൻ വിതരണം മന്ദഗതിയിലാക്കാൻ തീരുമാനം. നടപടി അസ്ട്രാസെനേക വാക്സിനുകളുടെ ഇറക്കുമതി വൈകുന്നതിനാൽ നിയന്ത്രണം ഏർപ്പെടുത്തുക ഈ മാസം 29 മുതൽ. വാക്സിൻ കൈമാറ്റത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുറന്ന സമീപനമാണ് വേണ്ടതെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ. വേനലിന് മുൻപ് യൂറോപ്പിൽ 70% പേരിലും വാക്സിനേഷൻ നടത്തുകയെന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും ഉർസുല. മെക്സിക്കോയിൽ പോലീസ് പട്രോളിംഗ് വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 13 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ക്രിമിനൽ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ്. ദക്ഷിണ കൊറിയയിൽ വിദേശ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ നിർബന്ധിത കോവിഡ് പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചു. തീരുമാനം വിവിധ രാജ്യങ്ങൾ നയതന്ത്ര തലത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കോവിഡ് പരിശോധന നടത്താത്ത വിദേശ തൊഴിലാളികളിൽ നിന്ന് പിഴ ഈടാക്കാനാണ് തീരുമാനിച്ചിരുന്നത്. മെക്സിക്കോയിലേക്കും കാനഡയിലേക്കും കോവിഡ് വാക്സിൻ കയറ്റി അയക്കാനൊരുങ്ങി അമേരിക്ക. 2.5 ദശലക്ഷം അസ്ട്രാസെനേക വാക്സിനുകൾ വീതം മെക്സിക്കോയും 1.5 ദശലക്ഷം വീതം കാനഡയും ഏറ്റുവാങ്ങും. വാക്സിൻ വിതരണം ചെയ്യാൻ അമേരിക്കയ്ക്ക് മേൽ ലോകരാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ബഹിരാകാശ ഗവേഷണ കമ്പനിയായ സ്പേസ് എക്സും നാസയുമായി പുതിയ കരാർ. നാസയുടെ ബഹിരാകാശ പേടകവും സ്പേസ് എക്സ് റോക്കറ്റുകളും തമ്മിൽ കൂട്ടിയിടി ഉണ്ടാകാതിരിക്കാനാണ് കരാർ. സാറ്റലൈറ്റ് ലൊക്കേഷനുകളും വിവരങ്ങളും കരാർ പ്രകാരം പരസ്പരം കൈമാറും.
അമേരിക്ക ചൈന ഉന്നതതല യോഗത്തിൽ ഭിന്നത. ജോ ബൈഡൻ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ യോഗത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരു രാജ്യങ്ങളും. ഇന്നലെ യോഗം ആരംഭിച്ചത് തർക്കത്തോടെയെന്ന് റിപ്പോർട്ടുകൾ. അഗ്നിപർവ്വത സ്ഫോടന സമയത്തുണ്ടാകുന്ന പുകയ്ക്ക് സമാനമാണ് ഓസ്ട്രേലിയയിലെ കാട്ടുതീയിലൂടെ ഉണ്ടായ പുകയെന്ന് പഠനം. ഇവ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് നീങ്ങുകയും വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും. പരിസ്ഥിതിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും ജേണൽ സയൻസിലെ പഠനം. ഫിലിപ്പൈൻസിൽ അടിയന്തര ഉപയോഗത്തിന് റഷ്യയുടെ സ്പുട്നിക് വാക്സിന് അനുമതി. തീരുമാനം രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്ന പശ്ചാത്തലത്തിൽ ജോൺസൺ ആൻഡ് ജോൺസന്റെ കോവിഡ് വാക്സിൻ നൽകുന്നതും പരിഗണിക്കുന്നു. മലേഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച് ഉത്തര കൊറിയ. നീക്കം ഉത്തര കൊറിയൻ പൗരനെ അമേരിക്കയ്ക്ക് കൈമാറിയതിനു പിന്നാലെ മലേഷ്യയുടെ നടപടി ക്ഷമിക്കാനാകാത്തതാണെന്ന് ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം. തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് വാക്സിന്റെ അവസാനഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് അനുമതി നൽകി ക്യൂബ. 2 ആഴ്ചക്കകം ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ തുടങ്ങും. തദ്ദേശീയമായി വികസിപ്പിച്ച സോബർണ 2 നൽകുന്നത് 3 ഡോസുകളിലായി. സിംഗപ്പൂരിൽ വൻ ലഹരിമരുന്ന് വേട്ട. സെൻട്രൽ നാർക്കോട്ടിക്സ് ബ്യൂറോ പിടിച്ചെടുത്തത് 60 കിലോ ലഹരിമരുന്ന്. 14 വർഷത്തിനിടെ നടന്ന ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ടയെന്ന് CNB. ലഹരി നിരോധന നിയമപ്രകാരം ലോകത്ത് ഏറ്റവും കടുത്ത ശിക്ഷ നൽകുന്നത് സിംഗപ്പൂരിൽ. ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി അധികാരമേറ്റ് സാമിയ സുലുഹു ഹസൻ. ജോൺ മാഹുഫിലിയുടെ വിയോഗത്തെ തുടർന്നാണ് അധികാരമേറ്റത്. കനേഡിയൻ പൗരൻ മൈക്കൽ സ്പേവറിനെതിരായ ചാരവൃത്തി കേസിൽ വിധി പുറപ്പെടുവിക്കാതെ ചൈനീസ് കോടതി. മൈക്കൽ തടവിൽ തുടരും. ചൈനയിൽ വ്യവസായിയായിരുന്ന മൈക്കലിനെതിരെ ചാരവൃത്തി കേസ് ചുമത്തി ജയിലടച്ചത് 2018. ഈ വർഷത്തെ സോങ്ക്രാൻ ഉത്സവം റദ്ദാക്കി തായ്ലൻഡ്. വാട്ടർ ഫൈറ്റും റദ്ദാക്കി. തീരുമാനം കോവിഡ് വ്യാപന സാഹചര്യത്തിൽ. ദുബായ് എക്സ്പോ 2020യിലെ ഇന്ത്യൻ പവലിയന്റെ മാതൃകാ വീഡിയോ പുറത്തുവിട്ട് ഇന്ത്യൻ കോൺസുലേറ്റ്. പവലിയൻ നിർമ്മാണം വിവിധ പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കി. പവലിയന്റെ താഴത്തെ നിലയിൽ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ പ്രമേയമാകും. റമദാനിൽ വിശ്വാസികളെ സ്വീകരിക്കാനൊരുങ്ങി മദീനയിലെ ഹറം പള്ളി. 60,000 വിശ്വാസികൾക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരേ സമയം പ്രാർത്ഥിക്കാം. റമദാൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ്. സ്പോർട്സ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. വിരാട് കോഹ്ലി നായകനായി തുടരും. സൂര്യകുമാർ യാദവും പ്രസിദ്ധ് കൃഷ്ണയും ടീമിൽ. ഭുവനേശ്വർ കുമാർ മടങ്ങിയെത്തി. ഋഷഭ് പന്തും KL രാഹുലും വിക്കറ്റ് കീപ്പർമാർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് ഫുൾഹാം ലീഡ്സ് യുണൈറ്റഡ് പോരാട്ടം. പോയിന്റ് പട്ടികയിൽ ഫുൾഹാം 18ാം സ്ഥാനത്തും ലീഡ്സ് യുണൈറ്റഡ് 12ാം സ്ഥാനത്തും. യൂറോപ്പ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ജയം. AC മിലാന് മറുപടിയില്ലാത്ത 1 ഗോളിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഒളിമ്പിയോക്കോസ് ആഴ്സണലിനെ 1 ഗോളിന് തോൽപ്പിച്ചു. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ക്വാർട്ടറിൽ കടന്ന ഇന്ത്യൻ താരം PV സിന്ധു. പ്രീ ക്വാർട്ടറിൽ ഡെൻമാർക്കിന്റെ ലൈൻ ക്രിസ്റ്റോഫറിനെ പരാജയപ്പെടുത്തി. സ്കോർ 21-8, 21-8. ഇനി ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് പുറംകടലിൽ വള്ളത്തിൽ കപ്പലിടിച്ചു. നീണ്ടകരയിൽ നിന്നുള്ള വള്ളത്തിലുണ്ടായിരുന്നത് പൊഴിയൂരിൽ നിന്നുള്ള 6 തൊഴിലാളികൾ. വള്ളത്തിലിടിച്ചത് ഓറഞ്ച് വിക്ടോറിയ എന്ന കപ്പൽ. തൊഴിലാളികൾ 6 പേരും സുരക്ഷിതർ. കപ്പലിനെതിരെ കേസ്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് നാട് കൊടിയേറും. കോവിഡ് പശ്ചാത്തലത്തിൽ ആചാരപരമായ ചടങ്ങുകൾ മാത്രമാണ് ഉണ്ടാകുക. കഴിഞ്ഞ തവണ പത്മതീർത്ഥത്തിൽ നടത്തിയ ആറാട്ടിക്കുറി ശംഖുമുഖം കടപ്പുറത്ത് തന്നെ നടക്കും. തോക്കുകളും മയക്കുമരുന്നുകളുമായി ബോട്ടുകൾ പിടിയിൽ. 5 AK-47 തോക്കുകളും 1000 വെടിയുണ്ടകളും 3 കിലോ ഹെറോയിനും പിടികൂടി. ബോട്ടുകൾ കണ്ടെത്തിയത് മിനിക്കോയ് തീരത്ത് നിന്ന്. കൊല്ലം പരവൂരിൽ 12 ലിറ്റർ വിദേശ മദ്യം പോലീസ് പിടിച്ചെടുത്തു. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിന് പിൻവശത്തെ പുരയിടത്തിൽ നിന്നാണ് മദ്യം പിടികൂടിയത്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. കൊല്ലം ചാത്തന്നൂരിൽ അനധികൃത പാർക്കിംഗ് വ്യാപകമാകുന്നു. കാൽനട യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തി ചാത്തന്നൂർ മാർക്കറ്റിന് മുന്നിലെ പാർക്കിംഗ്. പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ. കോട്ടയം എക്കമേലിൽ 51 ദിവസങ്ങൾക്ക് ശേഷം കുടിവെള്ള വിതരണം പുനരാരംഭിച്ചു. വെള്ളം തടസ്സപ്പെട്ടത് പൈപ്പ് ലൈനിൽ കല്ലും മണ്ണും നിറഞ്ഞതിനെ തുടർന്ന്. വൃക്കരോഗിയുടെ ചികിത്സയ്ക്കായി ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലൂടെ പ്രശസ്തനായ തെന്നിന്ത്യൻ ഗായകൻ തേനിമുത്തു മെഗാ ഗാനമേള സംഘടിപ്പിക്കുന്നു.
ഇടുക്കി പുറ്റടി അച്ചൻകാനം സ്വദേശി റോയ് അലക്സിന് ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് പരിപാടി. ശനിയാഴ്ച 11 മണി മുതൽ രാത്രി 8 മണി വരെ ചേറ്റുകുഴി ടൗണിലാണ് ഗാനമേള നടത്തുന്നത്. ഇടുക്കി വണ്ടൻമേട് പുറ്റടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കൊച്ചറ കൂരാപ്പള്ളിയിൽ സുബിനാണ് മരിച്ചത്. വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ നടി കാവ്യ മാധവന്റെ സാക്ഷി വിസ്താരം മാറ്റി. നടപടി 2 സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാകാത്തതുകൊണ്ട് 300-ലേറെ സാക്ഷികളുള്ള കേസിൽ ഇതുവരെ പൂർത്തിയായത് 127 പേരുടെ വിസ്താരം. തൃശൂർ കൊരട്ടയിൽ മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനി അറസ്റ്റിൽ. പിടിയിലായത് എടവിലങ്ങ് സ്വദേശി അസ്ലം. ഇയാളിൽ നിന്ന് 20,000 രൂപയുടെ ഹാഷിഷോയിൽ പിടികൂടി. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കോടതി സമുച്ചയങ്ങളിലായി നാഷണൽ ലോക് അദാലത്ത് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 10 രാവിലെ 10 മണി മുതൽ തൃശൂർ, മുകുന്ദപുരം, കൊടുങ്ങല്ലൂർ, ചാവക്കാട്, വടക്കാഞ്ചേരി താലൂക്കുകളിലെ വിവിധ ബൂത്തുകളിലായാണ് അദാലത്ത് സംഘടിപ്പിക്കുക. വരന്തരപ്പള്ളിയിൽ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിന് നാളെ തുടക്കം. മേള സംഘടിപ്പിക്കുന്നത് വരന്തരപ്പള്ളി ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ. സംവിധായകൻ സജിൻ ബാബു ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ജില്ലയിൽ തെങ്ങുകളിൽ രോഗവ്യാപനം രൂക്ഷം. 5 വർഷത്തിനിടെ വടക്കഞ്ചേരി മേഖലയിൽ 5000-ലധികം തെങ്ങുകൾ നശിച്ചെന്ന് കണക്കുകൾ. പ്രദേശത്ത് കൃഷിവകുപ്പ് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നാളികേര കർഷകർ. മലപ്പുറം നിലമ്പൂരിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ നഗരസഭായോഗത്തിൽ തീരുമാനം. കഴിഞ്ഞ ദിവസം 5 പേരെയാണ് പേപ്പട്ടി കടിച്ചത്. നിലമ്പൂർ ബസ് സ്റ്റാൻഡ്, ആശുപത്രി തുടങ്ങിയ പരിസരങ്ങളിലായിരുന്നു തെരുവുനായയുടെ ശല്യം രൂക്ഷമായത്. നവവധുവിന്റെ 14 പവൻ സ്വർണ്ണാഭരണം മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. വാക്കോട് നെല്ലിയത്ത് വളപ്പിൽ ഹാരിസാണ് അറസ്റ്റിലായത്. ഈ മാസം 2-നായിരുന്നു മോഷണമുണ്ടായത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക ലഹരി വസ്തുക്കളുമായി 2 യുവാക്കളെ പരപ്പനങ്ങാടി എക്സൈസ് അറസ്റ്റ് ചെയ്തു. ചേലേമ്പ്ര പുത്തലകത്ത് വീട്ടിൽ സുഹൈൽ, രാമനാട്ടുകര പുളിഞ്ചോട് തഹ്മീൻ വീട്ടിൽ നവീദ് എന്നിവരാണ് അറസ്റ്റിലായത്. ചേലേമ്പ്ര സ്പിന്നിംഗ് മിൽ പരിസരത്ത് നിന്നാണ് യുവാക്കൾ പിടിയിലായത്. തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തെ തുടർന്ന് കുന്നമംഗലം, തിരുവമ്പാടി ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ 1,38,500 രൂപ പിടികൂടി. തുക കളക്ടറേറ്റ് സീനിയർ ഫിനാൻസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള അപ്പീൽ കമ്മിറ്റിക്ക് കൈമാറി. കോഴിക്കോട് കൊളോത്തുവയലിൽ സ്വകാര്യ ഭൂമിയിലെ കുന്നിടിച്ച് വൻതോതിൽ മണ്ണ് നീക്കുന്നുവെന്ന ആക്ഷേപം. അനുമതിയില്ലാതെയാണ് മണ്ണ് മാറ്റുന്നതെന്ന് സംഘാടകർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സി പദ്ധതിയുടെ ഭാഗമായി വയനാട്ടിൽ ബുള്ളറ്റ് റാലി നടത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ അദീൽ അബ്ദുള്ള റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച റാലി സുൽത്താൻ ബത്തേരിയിൽ സമാപിച്ചു. വയനാട് ജില്ലയിൽ വനത്തിൽ സൂക്ഷിച്ച 10 ലിറ്റർ അനധികൃത മദ്യം പിടികൂടി. കല്ലൂർ, പണപ്പാടി കോളനി പരിസരങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടിച്ചെടുത്തത്. പരിശോധനയ്ക്ക് എക്സൈസ് ഇൻസ്പെക്ടർ DV ജയപ്രകാശ് നേതൃത്വം നൽകി. സ്ഥാനാർത്ഥികൾക്ക് അതേ നിയമസഭാ മണ്ഡലത്തിലെ ഏത് ബൂത്തിലെയും വോട്ടറെ പോളിംഗ് ഏജന്റായി നിയമിക്കാമെന്ന് കണ്ണൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പുതിയ ഭേദഗതി രാഷ്ട്രീയ പാർട്ടികളുടെ സൗകര്യം പരിഗണിച്ച് പോളിംഗ് ഏജന്റുമാരെ നിയമിക്കുന്നതിനുള്ള മറ്റു വ്യവസ്ഥകളിൽ മാറ്റമില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും 23 ലക്ഷം രൂപയുടെ വിദേശ കറൻസിയുമായി ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് കാസർഗോഡ് സ്വദേശി ഇബ്രാഹിം. പിടിച്ചെടുത്തത് യൂറോ, UAE ദിർഹം, സൗദി റിയാൽ എന്നീ വിദേശ കറൻസികൾ. കാസർഗോഡ് ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബുവിന് ഇരട്ട പുരസ്കാരം. അംഗീകാരം ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക്. കേന്ദ്ര ജലശക്തി മന്ത്രാലയം, ഇസ്രായേൽ എംബസി എന്നിവർ നൽകുന്ന ഇലേഷ് വാട്ടർ ഇന്നൊവേഷൻ ദേശീയ പുരസ്കാരം, അക്വസ്റ്റാർ വാട്ടർ വാരിയർ പുരസ്കാരം എന്നിവയ്ക്കാണ് കളക്ടർ അർഹനായത്. കാസർഗോഡ് ചെറുവത്തൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തി നശിച്ചു. ചെറുവത്തൂർ സ്വദേശി ശശിയുടെ ഓട്ടോയാണ് കത്തി നശിച്ചത്. ചന്ദന പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാസർഗോഡ് ചെറുവത്തൂരിൽ വിദേശ മദ്യവുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് ചെറുവത്തൂർ സ്വദേശി PP ശശി. അറസ്റ്റ് മയക്കുമരുന്ന് വിതരണം നടത്തുന്നതിനിടെ. വീണ്ടും ഹണ്ടർ ന്യൂസിലേക്ക്. എന്റർടൈൻമെന്റ് ന്യൂസ്. മമ്മൂട്ടി ചിത്രം ദ പേസ്റ്റിലെ വീഡിയോ ഗാനം റിലീസ് ചെയ്തു. VK ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജാണ് സംഗീതം. സുജാതയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ദിലീപ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൈ ഡിയർ മച്ചാൻസ് ഏപ്രിൽ 3 റിലീസ് ചെയ്യും. അഷ്കർ സൗദാൻ, രാഹുൽ മാധവ്, ബാല, ആര്യൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. P സുകുമാറാണ് ക്യാമറ. സെജു വിൽസൺ നായകനാകുന്ന ഇന്നു മുതൽ എന്ന ചിത്രത്തിലെ വീഡിയോ ഗാനം റിലീസ് ചെയ്തു. ജോഫി തരകന്റെ വരികൾക്ക് സംഗീതം നൽകി ഗാനം ആലപിച്ചിരിക്കുന്നത് മെജോ ജോസഫ്.
കർണാടകയിൽ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ കോവിഡ് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുന്ന വീഡിയോ തെറ്റായി പ്രചരിക്കുന്നു. ഒരാഴ്ച നീണ്ട കോവിഡ് നിയന്ത്രണങ്ങൾ അടുത്തിടെ നടന്ന പ്രഖ്യാപനത്തിന്റേതാണെന്നാണ് പ്രചാരണം. എന്നാൽ പ്രചരിക്കുന്നത് 2020 മാർച്ചിലെ പ്രഖ്യാപനത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. ഡൽഹി സർക്കാരിന്റെ വീട്ടുപടിക്കലിലെ റേഷൻ പദ്ധതിക്ക് വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. വിലക്ക് ഈ മാസം 25-ന് തുടങ്ങാനിരുന്ന പദ്ധതിക്ക് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം റേഷൻ അനുവദിക്കുന്നത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരമായതുകൊണ്ട് മാറ്റം വരുത്താൻ അനുവദിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. അസമിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ 5-ന് ഉറപ്പുമായി രാഹുൽ ഗാന്ധി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല. 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. വീട്ടമ്മമാർക്ക് 2000 രൂപ വീതം നൽകും. തേയില തൊഴിലാളികൾക്ക് 365 രൂപയായി കൂലി കൂട്ടുമെന്നും രാഹുൽ ഗാന്ധി. ആർ ബാലശങ്കറിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി ശോഭാ സുരേന്ദ്രൻ. നിരവധി BJP കുടുംബങ്ങളുടെ അസ്ഥിവാരം തോണ്ടിയ പാർട്ടിയോട് ഒരു തരത്തിലും ബന്ധമില്ല. കഴക്കൂട്ടത്ത് വൻ ഭൂരിപക്ഷം നേടുമെന്നും ശോഭ. ഗുജറാത്തിലെ 8 കോർപ്പറേഷൻ പരിധികളിൽ സ്കൂളുകൾ ഏപ്രിൽ 10 വരെ അടച്ചിടും. തീരുമാനം പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. സംസ്ഥാനത്തെ ക്ലാസുകൾ പുനരാരംഭിച്ചത് കഴിഞ്ഞ മാസം. രണ്ടാം ഘട്ട കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ മാർഗനിർദ്ദേശങ്ങൾ കടുപ്പിച്ച് മഹാരാഷ്ട്ര സർക്കാർ. ഓഡിറ്റോറിയങ്ങളിലും തിയേറ്ററുകളിലും 50% പേർക്ക് മാത്രം പ്രവേശനം. മാസ്ക് കൃത്യമായി ധരിക്കാത്തവർക്ക് പ്രവേശനമില്ല. അടുത്ത ഘട്ട ന്യൂസ് 5-ലേക്ക്. Number 1 Election Channel 24.